നമസ്കാരം. എന്താണ് ക്ലബ് ഹൗസ്? എന്നാണിത് തുടങ്ങിയത്? എവിടെയാണ് തുടങ്ങിയത്? ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത് വൈറലായത്? എന്നാണ് ഇന്ത്യയിൽ വന്നത്? ക്ലബ് ഹൗസ് എങ്ങനെ ഉപയോഗിക്കാം? ആരും ഇൻവൈറ്റ് ചെയ്യാതെ നമുക്കതിൽ ലോഗിൻ ചെയ്യാനും സൈനപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഉപയോഗിക്കാനും സാധിക്കുമോ? ഓരോ റൂമിലും എങ്ങനെ കയറി ചെല്ലാം? ആ റൂമിൽ നമുക്ക് സംസാരിക്കണമെങ്കിൽ, ഒരു സ്പീക്കർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ റൂമിലും പരമാവധി എത്ര പേരെ ഉൾക്കൊള്ളിക്കാം? നമുക്കൊരു റൂം ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. അതുമാത്രമല്ല, അതിനേക്കാളും പ്രധാനമായിട്ട് ക്ലബ് ഹൗസിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ? വരുമാനം കിട്ടുമോ? അങ്ങനെയെങ്കിൽ അതെങ്ങനെ കാണാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പം ഇങ്ങനെ ഒരു നല്ല സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനായ ക്ലബ് ഹൗസ് വരുമ്പോൾ നിലവിലെ സോഷ്യൽ മീഡിയയിലെ വലിയ പ്ലേയേഴ്സ് ആയിട്ടുള്ള ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയ മറ്റുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം എന്താണ് ചെയ്യുക? ഈ വെല്ലുവിളിയെ നേരിടാനായിട്ട് അവർ എന്ത് പ്രൊഡക്റ്റുമായിട്ടാണ് വരിക? അപ്പോൾ നമുക്ക് അതെല്ലാം കാണാം. അതുപോലെ തന്നെ ഇത് എന്തെങ്കിലും പ്രശ്നക്കാരനാണോ? ഇതിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഇത് ഏതെങ്കിലും രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ് നിരോധിച്ചിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ ഈ ക്ലബ് ഹൗസിൻ്റെ അഡ്വാൻറ്റേജസും ഡ്രോബാക്സും കാണാം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരപേക്ഷ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ വീഡിയോസ് വരുമ്പോൾ അറിയുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് നോക്കാം എന്താണ് ക്ലബ് ഹൗസ് എന്നത്. വാട്ട് ഈസ് ക്ലബ് ഹൗസ്? ക്ലബ് ഹൗസ് എന്നത് പുതിയ ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ്. ശബ്ദത്താൽ മാത്രം കണക്ട് ചെയ്യുന്ന, ആളുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ശബ്ദം വെച്ചു മാത്രമാണ്. ലോകത്തെവിടെയുമുള്ള ആളുകൾക്ക് ലൈവായി ഒരുമിച്ച് കൂടാനും പരസ്പരം സംവദിക്കാനും കാര്യങ്ങൾ സംസാരിക്കുവാനും പഠിപ്പിക്കുവാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ് എന്നത്. ശ്രദ്ധിക്കുക, സൗണ്ടാൽ മാത്രം, അതായത് ശബ്ദത്താൽ മാത്രം കണക്ട് ചെയ്യപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ്. ക്ലബ് ഹൗസ് എന്നത് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്താൽ മാത്രം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന, ലോഗിൻ ചെയ്യാൻ പറ്റുന്ന, സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്ന ഒരു ശബ്ദത്താൽ മാത്രം കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ്. ഇൻവൈറ്റ് ഓൺലി സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ആരും ഈ ക്ലബ് ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾക്കതിൽ കയറാതിരിക്കാൻ സാധിക്കേണ്ട കാര്യമില്ല. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ലബ് ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നേരിട്ട് ചെന്ന് സൈനപ്പ് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ആരുടെയെങ്കിലും ഒക്കെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നേതൃത്വത്തിൽ 5000 പേരെ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വെർച്വൽ റൂമുകൾ ക്രിയേറ്റ് ചെയ്ത് ഏതെങ്കിലും വിഷയത്തിനെ ആസ്പദമാക്കി സംസാരിക്കുകയോ ക്ലാസ്സുകൾ എടുക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും, ചർച്ച ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വെറും ശ്രോതാവായിട്ട് വേണമെങ്കിൽ ഇരിക്കാനായിട്ടും സാധിക്കും. നമുക്കിനി ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. ഹിസ്റ്ററി ഓഫ് ക്ലബ് ഹൗസ്. എന്നാണ് ക്ലബ് ഹൗസ് തുടങ്ങിയത്? എവിടെയാണ് തുടങ്ങിയത്? ആരാണ് തുടങ്ങിയത്? എന്തിനു വേണ്ടിയാണ് തുടങ്ങിയത്? അല്ലേ? ഹൂ സ്റ്റാർട്ടഡ് ക്ലബ് ഹൗസ്? വെൻ ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ്? നമുക്ക് നോക്കാം. പോൾ ഡേവിസൺ, റോഹൻ സേത്ത് എന്ന് പറയുന്ന 2 പേർ നേതൃത്വം കൊടുക്കുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് മാർച്ച് 2020 ക്ലബ് ഹൗസ് എന്ന ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്. തുടക്കത്തിൽ, അതായത് 2020 മാർച്ചിൽ iOS വെർഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആപ്പിൾ ഫോണുകളിൽ മാത്രമേ ഇത് ലഭ്യമായിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പർപ്പസ് ഓഫ് ക്ലബ് ഹൗസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്ലബ് ഹൗസ് തുടങ്ങിയത്? അതായത് അമേരിക്കയിലുള്ള വലിയ വലിയ കമ്പനികൾ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ അവരിലെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് അവരുടെ സ്റ്റാഫുമായിട്ടോ അതുപോലെ തന്നെ പ്രൊഫഷണൽസിന് അവരുടെ ക്ലയൻസുമായിട്ടോ അവരുമായിട്ട് സംസാരിക്കുന്നതിനും സംവദിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ അറിയുന്നതിനും റിക്വയർമെൻറ്റ്സ് അറിയുന്നതിനും അവരെ തമ്മിൽ യോജിപ്പിച്ച് അവർ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്നതിനും വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് ആപ്ലിക്കേഷനായിരുന്നു ഈ ക്ലബ് ഹൗസ് എന്നത്. ഇനി എങ്ങനെയാണ് ഈ ക്ലബ് ഹൗസ് വളർന്നത് എന്ന് നോക്കാം, അല്ലെങ്കിൽ ക്ലബ് ഹൗസിൻ്റെ വളർച്ച നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, 2020 മാർച്ചിൽ അമേരിക്കയിൽ iOS വെർഷൻ, അതായത് ആപ്പിളിൽ മാത്രം ഉപയോഗിക്കാവുന്നതായ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ്, ഒരു ആപ്ലിക്കേഷനായിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2020 മെയ് ആയപ്പോഴത്തേക്കും, അതായത് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ അതിന് 1500 യൂസേഴ്സാണ് ഉണ്ടായിരുന്നത്. അതേസമയം 2020 ഡിസംബർ ആയപ്പോഴത്തേക്കും 6 ലക്ഷം യൂസർമാരായി മാറി ഈ ക്ലബ് ഹൗസ് എന്നത്. ഇനിയും ശ്രദ്ധിക്കുക, 2021 ഫെബ്രുവരിയിൽ ഒരാഴ്ചയിൽ ഏകദേശം 10 മില്യൺ ആളുകളാണ് ഈ ക്ലബ് ഹൗസ് ഉപയോഗിച്ചത്. 1 കോടി ആളുകളാണ്, 1 കോടി യൂസേഴ്സാണ് ക്ലബ് ഹൗസ് ഉപയോഗിച്ചത്.
എന്നാണ് ഈ ക്ലബ് ഹൗസ് ഇന്ത്യയിൽ വന്നത്? എന്തുകൊണ്ടാണ് ഈ മെയ് മാസത്തിൽ അത് വൈറലായത്, അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് പെട്ടെന്ന് എത്തിച്ചേർന്ന് അതൊരു വൈറലായിട്ട് കൂടുതൽ യൂസേഴ്സിന് കിട്ടിയത് എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് തുടങ്ങിയത് iOS വെർഷനിലാണ്, അതായത് ആപ്പിൾ ഫോണുകളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായതിനാൽ ഇതിന് യൂസേഴ്സ് കുറവായിരുന്നു. പക്ഷേ ഈ iOS വെർഷൻ്റെ തന്നെ ഭീമാകാരമായ വളർച്ച കണ്ട് ആ കമ്പനി ഇതിന് ഒരു ആൻഡ്രോയിഡ് വെർഷൻ രൂപകൽപ്പന ചെയ്യുകയും ആ വെർഷൻ ഈ പറയുന്ന 2021 മെയ്യിൽ ലോഞ്ച് ചെയ്യുകയും ചെയ്തു. ഇന്ത്യയിലെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോക്താക്കളുടെ എണ്ണം വളരെ വലുതായതിനാൽ ഇത് പെട്ടെന്ന് കയറി വൈറലായി. 2021, അതായത് ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇന്ത്യയിൽ വന്നത്. വളരെയധികം ആളുകളാണ് ഇത് ഏറ്റെടുത്ത് ഇതിൽ ലോഗിൻ ചെയ്ത് മീറ്റിങ്ങുകൾ നടത്തി വിജയങ്ങൾ കൊയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ ക്ലബ് ഹൗസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിക്കുക? ആരെങ്കിലും ക്ഷണിച്ചാൽ മാത്രമല്ലേ ചെല്ലാൻ പറ്റുള്ളൂ. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക, അതല്ലെങ്കിൽ എങ്ങനെയാണ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക എന്ന് നോക്കാം. എല്ലാ ആപ്ലിക്കേഷനും പോലെ തന്നെ ഗൂഗിളിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ക്ലബ് ഹൗസ് എന്ന് അടിച്ച് കൊടുക്കുക. ക്ലബ് ഹൗസ് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിച്ച് തുടങ്ങുക. ആദ്യം തന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. OTP വെരിഫിക്കേഷൻ ഉണ്ട്. അത് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജിലേക്ക് എനിക്കൊരു ഫ്രണ്ടിൻ്റെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. വിജീഷ് വേലായുധൻ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നേരിട്ട് സെറ്റപ്പ് മൈ പ്രൊഫൈലിലേക്ക് പോകാനായിട്ട് സാധിച്ചു. തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് 2-3 കാര്യങ്ങൾ അതവർ ചോദിക്കും. നമ്മുടെ പേര്, ഫോട്ടോ, യൂസർ നെയിം, ഫോട്ടോ, അതുപോലെ തന്നെ കുറച്ച് പെർമിഷൻസ് അതിൽ കൊടുക്കണം. അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ സൈൻ അപ്പ് പ്രൊസീജിയർ അല്ലെങ്കിൽ സൈൻ ഇൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണം. ആരെങ്കിലും നമ്മളെ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് നമുക്ക് കാണാനായി സാധിക്കുകയും ഓട്ടോമാറ്റിക്കലി ഇത് അപ്രൂവ് ചെയ്ത് നേരിട്ട് നമുക്ക് ക്ലബ് ഹൗസിൻ്റെ ഉപയോഗങ്ങൾ ക്ലബ് ഹൗസിലേക്ക് പ്രവേശിക്കാനായിട്ടും സാധിക്കും. ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈൻ അപ്പ് പ്രൊസീജിയർ അവിടെ വെച്ച് പെൻഡിങ് ആയിരിക്കുകയും വേറെ ആരെങ്കിലും നമ്മളെ എപ്പോഴെങ്കിലും അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാനായിട്ടും സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്കിത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ലിങ്ക് ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വേറെ ആരുടെയും സഹായമില്ലാതെ ഇതിലേക്ക് ലോഗിൻ ചെയ്യാനും ഉപയോഗിച്ച് തുടങ്ങാനായിട്ടും സാധിക്കും. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, ഉപയോഗിക്കുക. ഇനി ഇങ്ങനെ പെർമിഷനൊക്കെ കിട്ടി ക്ലബ് ഹൗസിൽ ചെല്ലുന്ന ഒരാൾക്ക് ആദ്യം കാണാൻ സാധിക്കുക എന്താണെന്നറിയോ? ഒരുപാട് റൂമുകളാണ്. കുറേ മീറ്റിങ്ങുകൾ നടക്കുന്ന റൂമുകളാണ് കാണാൻ സാധിക്കുക, ഓരോ ബോക്സുകളിലായിട്ട്. ആ ബോക്സിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാകും അതിൻ്റെ ടൈറ്റിൽ, അതായത് ഏത് വിഷയത്തിലാണ് ആ മീറ്റിംഗ് നടക്കുന്നത് എന്ന്. അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട 3-4 പേരുടെ പേരും നമുക്ക് ആ പേജിൽ തന്നെ കാണാൻ സാധിക്കും. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ മീറ്റിങ്ങുകളായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ നമുക്കിഷ്ടമുള്ള സബ്ജക്റ്റിൽ നമുക്കിഷ്ടമുള്ള ആളുകൾ നടത്തുന്ന മീറ്റിങ്ങിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇതാണ് ആ റൂമിൻ്റെ ഹോം പേജ്. അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ അടിയിലായിട്ടൊരു പ്ലസ് സൈൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റൂമിലേക്ക് നമുക്ക് ആരെ വേണമെങ്കിലും നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് കയറ്റാം. ഫോളോവേഴ്സ് ആയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ എനിക്കാരും ഫോളോവർ ഇല്ല, അത് സാധിക്കുന്നില്ല. ഞാൻ തിരിച്ചു പോയി. ഇനി ആ പ്ലസ് സൈൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വീണ്ടും ഒരു ഹാൻഡിൻ്റെ കൈപ്പത്തി ചിഹ്നം കാണാം. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്കതിൽ ഞെക്കാം. അപ്പോൾ നമ്മൾ കൈ ഉയർത്തി സംസാരിക്കാനായിട്ട്. പക്ഷേ ഈ റൂമിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് റൈസിങ് വാസ് ടേൺഡ് ഓഫ് ബൈ ദ മോഡറേറ്റർ ഓഫ് ദിസ് റൂം. അപ്പോൾ കുറേ അധികം ആൾക്കാർ സംസാരിക്കാൻ ക്യൂവിലുള്ള കാരണം അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ തിരിച്ച് നമ്മുടെ വീണ്ടും ക്ലബ് ഹൗസിൻ്റെ ഹോം പേജിലേക്ക് പോയി. അതിൽ പങ്കെടുക്കുന്ന റൂമുകളുടെ അടിയിലുള്ള സ്റ്റാർട്ട് എ റൂം ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് എ റൂം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു ഓപ്ഷൻ വന്നു, അതിൽ ടോപ്പിക് ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ ടോപ്പിക് ആഡ് ചെയ്യാണ്. യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ബിഗിനേഴ്സ് എന്നുള്ളൊരു ടോപ്പിക്ക് ഞാനിവിടെ ആഡ് ചെയ്യാണ്. അപ്പോൾ അതായത് ക്രിയേറ്റർമാരായിട്ടുള്ള ആൾക്കാർ, യൂട്യൂബ് ക്രിയേറ്റർമാരായിട്ടുള്ള തുടക്കക്കാരുടെ ഒരു ഗ്രൂപ്പ്, അതിനെപ്പറ്റി സംസാരിക്കാൻ ഞാൻ ഒരെണ്ണം ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ 3 തരത്തിലുള്ള റൂം നമുക്ക് ഉണ്ടാക്കാം. ഓപ്പൺ, സോഷ്യൽ, ക്ലോസ്ഡ്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോവേഴ്സിന് മാത്രം പങ്കെടുക്കാൻ പറ്റുള്ളൂ. സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പങ്കെടുക്കാം. ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൽ വരാനായിട്ട് സാധിക്കുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ റൂം ഓപ്പണായി. അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ആൾക്കാരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ആയത് കാരണം ഫോളോവേഴ്സിന് മാത്രമേ വരാൻ പറ്റുള്ളൂ. എനിക്ക് ഫോളോവർ ഇല്ല, അതുകൊണ്ട് ആരെയും ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. ഇനി വീണ്ടും ഇതിലേക്ക് നമുക്ക് ആ ഹാൻഡിൻ്റെ സൈഡിലൊരു ബട്ടൺ ഉണ്ട്. അത് ഞെക്കി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും റൈസ്ഡ് ഹാൻഡ്സ്. അത് എഡിറ്റ് ചെയ്യാം, നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് ചെയ്ത് വയ്ക്കാം. എന്തായാലും ഞാനത് തിരിച്ചു പോവുകയാണ്. വീണ്ടും നമ്മുടെ ക്ലബ് ഹൗസിൻ്റെ ഹോം പേജിലെത്തി. അതിൻ്റെ ഏറ്റവും അടിയിൽ വീണ്ടും ഒരു ക്രിയേറ്റ് എ റൂം ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, ഇൻകം ജനറേഷൻ ഫ്രം ക്ലബ് ഹൗസ്.
ക്ലബ് ഹൗസിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കുമോ? എങ്ങനെയാണ് വരുമാനം ലഭിക്കുക? ക്ലബ് ഹൗസിൽ മെമ്പർ ആയതുകൊണ്ടോ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തത് കൊണ്ടോ ഫോളോവേഴ്സിനെ കിട്ടിയത് കൊണ്ടോ എങ്ങനെയാണ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുക? നോക്കാം അത് ഡീറ്റെയിൽ ആയിട്ട്. ക്ലബ് ഹൗസ് ആപ്ലിക്കേഷൻ വഴി നമുക്ക് വരുമാനം ഉണ്ടാക്കാം. പക്ഷേ ഇപ്പോൾ ക്ലബ് ഹൗസ് ഒന്നും തരുന്നില്ല. ആകെ കൺഫ്യൂഷൻ ആയില്ലേ? പറഞ്ഞു തരാം, ഒന്നുകൂടെ പറയാം. ക്ലബ് ഹൗസ് ആപ്ലിക്കേഷൻ വഴി, ക്ലബ് ഹൗസ് എന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ വഴി നമുക്ക് തീർച്ചയായും വരുമാനം ഉണ്ടാക്കാം. അൺലിമിറ്റഡ് വരുമാനം ഉണ്ടാക്കാം. പക്ഷേ ക്ലബ് ഹൗസ് ഇപ്പോൾ നേരിട്ടൊന്നും തരുന്നില്ല. ഒന്നുകൂടെ വ്യക്തമായി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അതിൽ അവസാനത്തെ വാചകം ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ക്ലബ് ഹൗസ് ഒന്നും നേരിട്ട് തരുന്നില്ല. ഇപ്പോൾ തരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്ലബ് ഹൗസ് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആരെയെങ്കിലും ഫോളോ ചെയ്യുക, അയാളെ നമുക്ക് ക്രിയേറ്റർ എന്ന് വിളിക്കാം. ആ ക്രിയേറ്ററാണ് അതിൽ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതും ചർച്ചകൾ നടത്തുന്നതും എല്ലാം തന്നെ. അപ്പോൾ അയാളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഗുണകരമായ വിവരങ്ങളാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് എന്തെങ്കിലും പ്രതിഫലം കൊടുക്കാം. അതിന് പേയ്മെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അങ്ങനെ തന്നെയാണ് ക്ലബ് ഹൗസ് വിളിക്കുന്നത്. പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലബ് ഹൗസ് ട്രയൽ ബേസിസിൽ ചില രാജ്യങ്ങളിൽ ക്ലബ് ഹൗസ് തിരഞ്ഞെടുത്ത ആളുകളുടെ ഇടയിൽ നടത്തുന്നുണ്ട്. ആ പരീക്ഷണം വിജയകരമാണെങ്കിൽ ഉടനെ തന്നെ ആ പേയ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു നല്ല ക്രിയേറ്ററാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് കുറേ നല്ല ഫോളോവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്ലബ് ഹൗസ് ഇപ്പോൾ നമുക്കൊന്നും തരുന്നില്ല, എന്തോ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു ബിസിനസ് ആപ്ലിക്കേഷനാണ് എന്ന്. അതായത് ഒരു ബിസിനസ്സുകാരനോ ഒരു കമ്പനിയോ ഒരു മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു വിൽപ്പനക്കാരനോ എല്ലാവർക്കും ഇതുപയോഗിച്ച് കാശുണ്ടാക്കാം. എങ്ങനെയാണെന്നല്ലേ? ആ വിഷയങ്ങളിൽ താല്പര്യമുള്ള കുറേ ആളുകളെ കണ്ടുപിടിച്ച് അവരുടെ ഒരു വെർച്വൽ റൂം ഉണ്ടാക്കി അതിൽ മീറ്റിങ്ങുകൾ നടത്തി ഞങ്ങൾക്ക് വിൽക്കാനുള്ള പ്രൊഡക്റ്റ് എന്താണോ, സർവീസ് എന്താണോ, അല്ലെങ്കിൽ കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്തു തന്നെയായാലും അതിനെപ്പറ്റി പറഞ്ഞ് ആ ഫോളോവേഴ്സിനെ കൺവിൻസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാം. അതിൽ നിന്നും നമുക്ക് ബിസിനസ് ജനറേറ്റ് ചെയ്യാം. അതായത് 5000-ഓളം വരുന്ന ആളുകളിലേക്ക് ഒരേ സമയം ഒരേ ഫീൽഡിൽ താല്പര്യമുള്ള 5000-ഓളം വരുന്ന ആളുകളെ വരെ നമുക്ക് ഒറ്റ മീറ്റിങ്ങിൽ നമുക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അവരോട് പറഞ്ഞ് നമ്മുടെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി നമ്മൾ എന്ത് സർവീസാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതും പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ലീഡ് ജനറേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ 2 പോയിന്റിലേക്ക് പോകാം. ഇത്രയും വലിയ ഒരു സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് വരുന്ന ഒരു പുതിയ ആപ്ലിക്കേഷൻ വരുമ്പോൾ നിലവിലെ ഭീമന്മാരായിട്ടുള്ള ഫേസ്ബുക്ക്, ട്വിറ്റർ മുതലായ ഒരുപാട് കളിക്കാരുണ്ട്. അവരൊക്കെ എന്താണ് ചെയ്യുക? ഇവരെല്ലാവരും തന്നെ ഈ ക്ലബ് ഹൗസിൻ്റെ വെല്ലുവിളിയെ മറികടക്കുവാനായിട്ട് അവരുടെ നിലവിലുള്ള ആപ്ലിക്കേഷനിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനായിട്ടോ അല്ലെങ്കിൽ ഇതിന് പകരക്കാരനായിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ്. പലതും തന്നെ വരുന്ന നാളുകളിൽ ലോഞ്ച് ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയേണ്ട കാര്യമാണ്, ഇതിൽ എന്തെങ്കിലും വെല്ലുവിളിയുണ്ടോ? ഇതിൽ തീർച്ചയായിട്ടും കുറേ പ്രൈവസി വെല്ലുവിളികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ 3 രാജ്യങ്ങൾ ഈ ക്ലബ് ഹൗസിനെ നിരോധിച്ചിട്ടുണ്ട്. ഒമാൻ, ജോർദാൻ, സ്വാഭാവികമായും ചൈന. 3 രാജ്യങ്ങൾ ക്ലബ് ഹൗസിനെ ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലബ് ഹൗസിനെ പറ്റി ഏതാണ്ടൊക്കെ വളരെ ചുരുക്കമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് തുടങ്ങിയത്, എവിടെയാണ് തുടങ്ങിയത്, എന്തിനു വേണ്ടിയാണ് തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വരാൻ വൈകിയത്, എങ്ങനെയാണ് ഇന്ത്യയിൽ വൈറലായത്, ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് ഇതിന് മുമ്പിലുള്ളത്, എല്ലാം ഞാൻ വളരെ കൃത്യമായി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിച്ചായിരിക്കും മുമ്പോട്ടുള്ള ഈ ചാനലിൻ്റെ പോക്ക്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് കാണാനായി ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.